ഷാനവാസക്ക ഹോസ്പിറ്റലായതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ലാലേട്ടൻ ചോദ്യം ചെയ്ത ചോദ്യം ചെയ്യലുകൾ സത്യം പറഞ്ഞാൽ ഷോക്കിംഗ് ആയിരുന്നു. പക്ഷേ ഒരു പാർഷ്യാലിറ്റി കാണിച്ചില്ല എന്ന് ഒരു പക്ഷം പറയാം. എന്നാൽ ഇപ്പോഴും സ്റ്റിൽ നൗ നെവിൻ, അക്ബർ, ആര്യൻ ഇവർക്കൊരു സപ്പോർട്ട് കൊടുത്തതുപോലെയും സംശയിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ പറയാം. ഒരു പാർഷ്യാലിറ്റി കാണിച്ചില്ല എന്നൊരു കാര്യത്തിലും നമുക്ക് പറയാൻ പറ്റും, ഇല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തെന്നും പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് എന്തോന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയിലേക്ക് വരുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. സംഭവം എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ആ ക്ലിപ്പ് എല്ലാം കാണിക്കുന്നുണ്ട്. ബിഗ് ബോസ് ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോവാ എന്ന്. പക്ഷേ ആത്മാർത്ഥമായിട്ട് ഷാനവാസിക്കയുടെ കൂടെ നിന്ന് ഷാനവാസിക്കയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കിയതെല്ലാം അനീഷ് മാത്രമായി. അതാണ് ഇപ്പോ ആ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റിയത്. ലാലേട്ടൻ അന്നേരം പറയുന്നുണ്ട്, നിങ്ങളവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ മനുഷ്യനെ അവിടെ കൊണ്ടുവരാതെ നിങ്ങളവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ അനുമോള്, ആദില, നൂറ ഇവര് മൂന്നുപേരും പറയുന്നത് ഷാനവാസക്കായെ കൊല്ലാൻ നോക്കി, നീ തൊട്ടു പോകരുത് എന്നൊക്കെ പറയുന്ന ആ ഒരു സീനുണ്ട്. അതേപോലെ ഇവന്മാര് മൂന്ന് പേര്, അതായത് ആര്യൻ, അക്ബർ, നെവിൻ ഇവര് മൂന്നുപേരും ഡ്രാമ അത് ഇതെന്ന് പറഞ്ഞ് ചിരിച്ചു കളിച്ച് നിന്നിട്ട് ഷാനവാസിന്റെ അടുത്തേക്ക് വരുന്ന സീനുണ്ട്. അപ്പം ഈ പറയുന്ന മൂന്ന് പേര് തമ്മിലുള്ള ഫൈറ്റിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ മുഖമെല്ലാം വിയർത്ത് കുഴഞ്ഞ് തളർന്ന് താഴെ ഇരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം ഈ ഒരു വിഷയത്തില് ലാലേട്ടൻ ഫേസ് ചെയ്ത ഫസ്റ്റ് കാര്യം, അല്ലെങ്കിൽ ലാലേട്ടൻ ചോദിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, രണ്ട് കൂട്ടരും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മനുഷ്യനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെ കുറിച്ച് മറന്നു. നിങ്ങൾ 8 മിനിറ്റ് എടുത്തു. 8 മിനിറ്റ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഒരു 3, 4, 5 മിനിറ്റ് എന്ന് പറയുന്നതും കുഴപ്പമില്ല. പിന്നെയും ലാഗ് ചെയ്തു എന്നൊരു കാര്യം അവിടെ എടുത്തു പറയാണ്. 8 മിനിറ്റിന്റെ കേസ് അവിടെ നമ്മൾ പോലും ചിന്തിച്ചില്ല, അത്രയും സമയം എടുത്തു എന്ന് എടുത്തു പറയുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ആ ഒരു വഴക്ക് തുടങ്ങിയത്, ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കും നൂറയ്ക്കും ആദിലയ്ക്കും ആ ഒരു വഴക്ക് തുടങ്ങിയത് ഒരു നിസ്സാര, ഒരു അങ്ങേയറ്റം മോശമായിട്ടുള്ളൊരു വഴക്കാണ്.